1608 ഫ്രാൻസിൽ പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയും കാൽവനിസവും വ്യാപിച്ചിരുന്ന കാലം. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർ ധാരാളം പണവും സാധനങ്ങളും സംഭാവന ചെയ്തു. ഫവേർണി എന്ന പട്ടണത്തിൽ ബെനഡിക്റ്റിൻ സന്യാസ സമൂഹത്തിൽ നിന്ന് പിരിഞ്ഞുപോയ പുരോഹിതൻ നോത്രദാം ലെ ബ്ലാഞ്ച എന്ന സ്ത്രീക്കാണ് ആരാധന അർപ്പിച്ചത്. കാരണം ഈ സ്ത്രീ വഴിയായി ധാരാളം അത്ഭുതങ്ങൾ അവിടെ നടന്നിരുന്നു. 1608 പെന്തക്കോസ്താ ദിനം അന്നൊരു ജാഗരണ പ്രാർത്ഥന നടത്താൻ സന്യാസിമാർ തീരുമാനിച്ചു. അതിനായി അവരൊരരുളിക്ക ഒരുക്കി അതിൽ 2 തിരുവോസ്തികൾ വെച്ചു. അടുത്ത ദിവസം കപ്പ്യാർ ദേവാലയം തുറന്നു നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ദേവാലയത്തിനകം മുഴുവൻ പുക നിറഞ്ഞിരിക്കുന്നു. അൾത്താരയും ചുറ്റുമുണ്ടായിരുന്ന എല്ലാം കത്തി നശിച്ചിരിക്കുന്നു. അയാൾ അലറിക്കരഞ്ഞു. ഒച്ച കേട്ട് ജനങ്ങൾ ഓടിക്കൂടി. അവർ അവിടെ കണ്ട കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അരുളിക്ക അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു. അവിടെ തന്നെ സന്യാസിമാർ പുതിയൊരു അൾത്താര നിർമ്മിച്ചു. വിശുദ്ധ കുർബാന അർപ്പണവേളയിൽ തിരുവോസ്തി ഉയർത്തുന്ന ഭാഗം വന്നപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നിരുന്ന അരുളിക്ക പതിയെ പുതിയ അൾത്താരയിൽ ചെന്നു നിന്നു. അപ്പോൾ അരുളിക്ക അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. ഈ അത്ഭുതം ധാരാളം ജനങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. 1908 ഈ ദിവ്യ അത്ഭുതത്തിൻ്റെ 300-ാം വാർഷികം ഭക്തിപൂർവ്വം ആഘോഷിച്ചു. ഇന്നും തീപിടുത്തത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ആ 2 തിരുവോസ്തികളിൽ ഒരെണ്ണം കാണുവാനും വന്ദിക്കുവാനും സാധിക്കും. മറ്റൊന്ന് ഡോളെ പള്ളിയിലേക്ക് സംഭാവന ചെയ്യുകയും 1794 വിപ്ലവകാരികളാൽ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അഗ്നിയിൽ പോലും സംരക്ഷിക്കപ്പെടുവാൻ തിരുമനസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞങ്ങളെ എന്നും കാത്തുകൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.